ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഞ്ഞിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. ചിക്കൻ കുഞ്ഞിപ്പത്തിരിയാണ് ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചായി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നിങ്ങളെടുക്കുന്ന അരിപ്പൊടി അനുസരിച്ച് മാറ്റം വരാം. അതുകൊണ്ടാണ് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ കൈവച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുഞ്ഞിപ്പത്തിരി ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ഇഡ്ഡലി പാത്രമാണ് എടുത്തത്. ഇതിലേക്കൊരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയില വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വാഴയില വെച്ച് കൊടുത്താൽ ഇത് കുക്കായി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുഞ്ഞിപ്പത്തിരി ചെയ്തെടുക്കുമ്പോൾ അധികം വലുതായി പോകാൻ പാടില്ല. ചെറിയ കുഞ്ഞിപ്പത്തിരി ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം. ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ലപോലെ ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 സവാളയാണ്. സവാള ഞാൻ ഇവിടെ നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തക്കാളി വേണം. ഞാൻ 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ 2 പീസ് ഇഞ്ചിയും 8 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വരണം. ഇവിടെ കുഞ്ഞിപ്പത്തിരി നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇവിടെ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം. അതുവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇവിടെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇത് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അടച്ച് വെച്ച് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൗ എപ്പോഴും സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എണ്ണ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച കുഞ്ഞിപ്പത്തിരി ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇവിടെ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തൊക്കെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണുള്ളത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് നല്ലപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.